ഞാൻ ലളിത ഫിലിപ്പ്. വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇരുമ്പമ്പുളി, ഉറുക്കാപ്പുളി, ചീമപ്പുളി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഇരുമ്പമ്പുളി കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി സ്വീറ്റ് ചില്ലി സോസ് ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ബിരിയാണി, ഗീ റൈസ്, സമോസ ഇവയുടെ കൂടെയും സദ്യയിൽ പുളിയിഞ്ചിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ രുചികരമായൊരു സോസാണിത്. പുളി പറിച്ചെടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇരുമ്പമ്പുളി ഒരു 6 കപ്പ് ഇരുമ്പമ്പുളി എടുത്തിട്ടുണ്ട്. അത് 2 അറ്റവും കണ്ടിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണമാക്കി എടുത്തതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 1/2 കപ്പ് കറിവേപ്പിലയുണ്ട്, അത് അരിഞ്ഞെടുത്താണ്. 1/2 കപ്പ് ഇഞ്ചി, ഏകദേശം 1/2 കപ്പ് പച്ചമുളക്, 12 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇരുമ്പമ്പുളി സോസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കഷ്ണമാക്കി വെച്ചിരിക്കുന്ന ഈ പുളി ഒരു ചട്ടിയിലേക്ക് ആക്കാം. ഇനി ഈ പുളിയിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഗ്യാസിൽ വെച്ച് ഈ പുളി ഒന്ന് വേവിച്ചെടുത്തോണ്ട് വരാം. ഗ്യാസ് കത്തിച്ച് പുളി നമുക്ക് അടുപ്പിൽ വെക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഇത് വേകുന്നത് വരെ, വെള്ളം പറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് പുളിയൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം. കുടഞ്ഞിട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കുകയോ ചെയ്യാം. അല്പം ചാറോടുകൂടി നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത പുളി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തീരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വഴന്നിട്ടുണ്ട്. ഇനിയും ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് മുളക് ചതച്ചത് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചച്ചുവ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. ഇനിയും ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആദ്യം 1/2 കപ്പ് ശർക്കര ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനിയും നമുക്ക് 1/2 കപ്പ് ശർക്കരയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മധുരം നോക്കാം. ഇനിയും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ടേസ്റ്റ് നോക്കി ടേസ്റ്റിനനുസരിച്ച് 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ കായപ്പൊടിയും ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇനിയും മധുരമുള്ള സോസാണ് ഇഷ്ടമെങ്കിൽ അതിലേക്ക് 1/2 കപ്പ് ശർക്കരയും കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എനിക്ക് മധുരമുള്ള സോസാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് കൂടെ ചേർത്തു. അങ്ങനെ 1/2 കപ്പ് ശർക്കര ചേർത്തു. വളരെ രുചികരമായ ഈ സോസ് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.